നിങ്ങളോട് ഞാൻ VS വർഗീയവാദിയാണോ അല്ലയോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് yes or no ആയിരുന്നല്ലോ സാറേ എന്നോട്. അല്ല എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ഒന്ന് പറഞ്ഞു ഇതുമല്ല എന്ന് ഞാൻ പറയുന്നു. അല്ലല്ല, എന്റെ കേൾക്കാനാണ് നിങ്ങൾ ഈ ചർച്ച വിളിച്ചത്. ഞാനാണ് സംസാരിക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞു ഓരോ പിന്നെ ചുമ്മാ കയറി വരാൻ പറ്റും. കേരളത്തിനെ പൂർണ്ണമായിട്ടും ഇസ്ലാമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് PFI നടത്തുന്നത് എന്ന് പറഞ്ഞത് VS അച്യുതാനന്ദനാണ്. RSSനെതിരെയൊന്നും ഞാൻ പറഞ്ഞില്ല. PFIനെയും RSSനെയും ഒരേ അച്യുതണ്ടിൽ കാണുന്ന താങ്കൾ എന്തുകൊണ്ട് PFI എതിർക്കുന്ന അതേ ഊർജ്ജത്തോടെയും ഉന്മേഷത്തോടും കൂടി RSSനെ എതിർക്കുന്ന? RSS നിങ്ങളോട് ഹിന്ദു ആകാൻ പറഞ്ഞു. അല്ല, ഹിന്ദു അങ്ങനെ പറയാം. കാരണം അങ്ങയുടെ രാഷ്ട്രീയം അതല്ല. പുള്ളിയുടെ രാഷ്ട്രീയം നിങ്ങളുടെ അച്ഛനാണ്. നരേന്ദ്രമോദിക്കെതിരെ അത്തരത്തിലുള്ള പരാമർശം നടത്തിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന പ്രസ്താവനകൾക്ക് BJPയെ വാൺ ചെയ്തോ ഇല്ലയോ എന്ന് നോക്കൂ. മനുഷ്യനുണ്ടാക്കിയ ഒരു സംഗതി, അതിൻ്റെ അകത്ത് കൃത്രിമം കാണിക്കാൻ മറ്റൊരു മനുഷ്യന് പറ്റില്ല എന്നാണോ? കൈപ്പത്തി കുത്തുമ്പോ ഈ താമര ചിഹ്നത്തിലേക്ക് വോട്ട് പോകുന്ന ആ സാങ്കേതിക വിദ്യ ആരുണ്ടാക്കി? ഒരെണ്ണം തെളിച്ചോ? മാറ്റേണ്ട സാഹചര്യം സാധനത്തിനുണ്ട്. പേപ്പറിനകത്ത് എണ്ണുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല. അസാധു വോട്ട് കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? ഒറ്റ ഒരുത്തനെ കൊണ്ട് അല്ലെങ്കിൽ എല്ലാവരെയും കൊണ്ട് പോയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഹാക്കത്തോണിൽ പങ്കെടുത്ത് ആ വോട്ടിംഗ് മെഷീൻ എന്താ ഹാക്ക് ചെയ്യാത്ത? പേടിയാണ്. നോട്ടൽ വോട്ട് ചെയ്ത വോട്ടും ആകെയുള്ള വോട്ടർമാരും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഒരൊറ്റ സ്ഥലത്തും ആകെ ഒരു മണ്ഡലത്തിലുള്ള വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നിങ്ങൾക്ക് മെഷീനിൽ ഉണ്ടായിട്ടില്ല. വിവിപാറ്റ് നോക്കാന്ന് പറഞ്ഞാൽ BJPയുടെ ആണെങ്കിൽ താമര ചിഹ്നം വരും, കോൺഗ്രസിന്റെ ആണെങ്കിൽ കൈപ്പത്തി വരും. മെഷീന്റെ കണക്കും കൂടെ തമ്മി നോക്കും. ഇത് രണ്ടും കൂടെ നോക്കിയിട്ട് ഇതിനകത്ത് മിസ്മാച്ച് ഉണ്ടോ എന്ന് നോക്കും. നാളെ ഇതുവരെ ഒരിടത്ത് മിസ്മാച്ച് ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യാൻ സാധിക്കും. രാഹുൽ ഗാന്ധി എന്താ കേസ് കൊടുത്തത്? രാഹുൽ ഗാന്ധി 0 കേസ് കൊടുത്തു. 0. നരേന്ദ്രമോദി പറയുന്ന വർഗീയ പരാമർശങ്ങളെ വളരെ ലഘൂകരിക്കുകയും അതിന് എതിരായിട്ട് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളെ വലിയ രീതിയിൽ നിയമ നടപടികൾ സ്വീകരിക്കുക. എത്ര എണ്ണം രാഹുൽ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വർഗീയ പരാമർശത്തിന്റെ പേരിൽ എവിടെ കേസെടുത്തു? രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ശരിയായിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ നടന്നിരിക്കുന്നത് ഭയങ്കര തട്ടിപ്പല്ല. ഈ സാധനം വെച്ചിട്ട് ഒരു കേസ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ മോദി രാജിവെക്കേണ്ടി വരത്തില്ലെന്നേ. ഈ ഇലക്ഷൻ കാര്യങ്ങളിൽ സർക്കാർ സംവിധാനത്തിനെ ദുരുപയോഗം ചെയ്തു എന്നതിന്റെ പേരിലാണ് ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ റദ്ദായത്. അതേ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യവും പൂട്ടും, നരേന്ദ്രമോദിയുടെ കാര്യവും പൂട്ടും. സുന്ദരമായിട്ട് രാഹുൽ ഗാന്ധിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ആൾക്കാരടുത്ത് പറഞ്ഞിട്ട് ഭരണത്തിൽ വരാം. എന്താ ചെയ്യാത്ത? 45 ദിവസം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തു പരാതി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് കൊടുക്കാം. 45 ദിവസം കഴിഞ്ഞ പല സംസ്ഥാനങ്ങളുണ്ടല്ലോ, ഒരിടത്ത് കോൺഗ്രസ് കേസ് കൊടുക്കും. BJPയുടെ പക്ഷത്തല്ലാത്ത പത്രം ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെ വാർത്തകളെല്ലാം തെറ്റ്. ട്വന്റി4 ന്യൂസ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? 24 ന്യൂസ് മലയാളം BJP ചാനലാണോ? 24 ന്യൂസ് പത്രം രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെയുള്ള ആൾക്കാരെ കണ്ട് രേഖകൾ പരിശോധിച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യാജമാണെന്ന് ഓൺ റിപ്പോർട്ട് ഇറക്കിയല്ലോ. നിങ്ങൾ കണ്ടോ? ഞാൻ കണ്ടില്ല. നിങ്ങൾ കാണാത്തതുകൊണ്ടാണ് നിങ്ങൾ വിലക്കെടുത്തെന്ന് പറയുന്നത്. ശ്രീകണ്ഠൻ നായരെ BJP വിലക്കെടുത്തോ? ഇന്ത്യൻ എക്സ്പ്രസ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയുള്ള ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഒന്ന് BJPയുടെ പക്ഷത്തല്ലാത്ത പത്രം ഇന്ത്യൻ എക്സ്പ്രസ്. ഇന്ത്യൻ എക്സ്പ്രസ് രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളെ മുഴുവനും അവരുടെ മിഷനായിട്ട് അവരെടുത്തതിന് ശേഷം പോയതിനു ശേഷം അവരുടെ റിപ്പോർട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെ വാർത്തകളെല്ലാം തെറ്റ്. ഇതുമായി ബന്ധപ്പെട്ട കേസിന് രാഹുൽ ഗാന്ധി പോകാത്തത് അതുകൊണ്ട് എന്റെ പോയിന്റ് നേരത്തെ തീർന്നില്ല ചങ്ങാതി, ഇടയ്ക്ക് അത് വന്നത്. ഞാൻ പറയുന്നത് ഇന്ത്യയിലെ കോടതികൾ ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫ്രീ ഹാക്കത്തോൺ. നിങ്ങൾ ഇവിടെ ഞങ്ങൾ പോളിംഗ് ബൂത്തുമായി ബന്ധപ്പെട്ട സാഹചര്യം ഇവിടെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നു, നിങ്ങൾ വന്ന് ഇത് ഹാക്ക് ചെയ്തിട്ട് പോകൂ എന്ന് പറഞ്ഞു. ഇത് ഹാക്ക് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഒറ്റ കുഞ്ഞ് നാളെ ഇതുവരെ അവിടെ ഒരു എഞ്ചിനീയറെ കൊണ്ട് പോയിട്ട് ഇത് ഹാക്ക് ചെയ്തിട്ടില്ല. എന്താ പറ്റാത്തേ സാറേ? പക്ഷേ ഇതിങ്ങനെ കാണിച്ചു തന്നിട്ടില്ലേ? എവിടെ കാണിച്ചു? തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ കയ്യിൽ എന്റെ കയ്യിലിരിക്കുന്ന ഫോൺ, എന്റെ കയ്യിലിരിക്കുന്ന ഫോൺ ഹാക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള എത്രയോ സാങ്കേതിക വിവരമില്ലാതെ പറയരുത്. എന്റെ കയ്യിലിരിക്കുന്ന ഫോൺ ഹാക്ക് ചെയ്യാനായിട്ട് ഞാൻ ഹാക്കത്തോൺ വെച്ചാൽ നിങ്ങളുടെ കയ്യിരിക്കുന്ന ഫോൺ അല്ല ഹാക്ക് ചെയ്ത് കാണിക്കേണ്ടത്. എന്റെ ഫോൺ ഹാക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വെച്ചാൽ നിങ്ങൾ ഒരു ഐഫോൺ കൊണ്ടുവന്ന് കൈപ്പത്തി കുത്തുമ്പോ ഈ താമര ചിഹ്നത്തിലേക്ക് വോട്ട് പോകുന്ന ആ സാങ്കേതിക വിദ്യ ആരുണ്ടാക്കി? ആ സാങ്കേതിക വിദ്യ എവിടെ വന്നേ? ഒരെണ്ണം തെളിച്ചോ? ആരോപണം വന്നതല്ലാതെ ഒരെണ്ണം തെളിച്ചോ? മാറ്റേണ്ട സാഹചര്യം
എവിടെയൊക്കെ വോട്ട് മെഷീൻ മാറ്റാൻ ടെക്നിക്കൽ എറർ സാധനത്തിനുണ്ട്. ടെക്നിക്കൽ എറർ അതേ പറയുന്നുള്ളൂ. ഈ ടെക്നിക്കൽ എറർ ഉള്ള സാധനമാണോ നമ്മൾ ഈ പ്രധാനപ്പെട്ട ഇത്രയും വലിയ 150 കോടി ജനാധിപത്യ ഏറ്റവും വലുതെന്ന് പറയുന്ന ഈ രാജ്യത്ത് അതാണ് ഉപയോഗിക്കേണ്ടത്? നിങ്ങൾ വോട്ട് പിന്നെ പേപ്പറിനകത്ത് എണ്ണുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല? പേപ്പറിൽ എന്താ പ്രശ്നമില്ലാത്ത? നിങ്ങൾ അസാധു കണക്ക് എടുക്കുന്ന നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ചെയ്യുന്ന പോലെ അസാധു ചെയ്യുന്ന നിങ്ങൾ ഈ അടുത്തല്ല നോട്ട് മാറ്റിയ നോട്ട് എന്ന് പറയുന്ന സംവിധാനം അസാധു വോട്ട് കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? ബാലറ്റ് പേപ്പറിലെ അസാധു അംഗീകരിച്ചോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ പറഞ്ഞല്ലോ. ഈ സാങ്കേതിക മെഷീൻ നിങ്ങളുടെ വോട്ട് മാറുന്നതല്ല സാറേ, ചുമ്മാ വിഡ്ഢിത്തം പറയരുത്. ടെക്നിക്കൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ ചർച്ച തുടങ്ങി ഇതുവരെയും നിങ്ങൾ പറയുന്നത് വിഡ്ഢിത്തമാണ്. ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ പറയുന്നത് വിവരക്കേടാണ്. ശ്രീധേട്ടൻ പറഞ്ഞത് എറർ ഉണ്ട്. ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മെഷീൻ മാറ്റി സാറേ. അതുകൊണ്ട് മാത്രമാണോ ആ മെഷീൻ വർക്ക് ചെയ്താ? അങ്ങനെ എത്രയോ മെഷീൻ മാറ്റി. ഒരു കേസ് പറയോ? ഒരു സക്സസ്ഫുൾ കേസ്, ചിഹ്നം മാറിപ്പോയത് കൊണ്ടായ ഒരൊറ്റ സക്സസ്ഫുൾ കേസ് ഗ്രാൻഡ് ചെയ്തിരിക്കുന്ന പറയാം ഒരെണ്ണം. നിങ്ങളെ ഞാൻ ചലഞ്ച് ചെയ്യാണ് ഈ ഫ്ലോറിൽ വെച്ചിട്ട്. തീർച്ചയായും ഒരു കേസ് പറയാം. അതിനെ കുറിച്ച് വ്യക്തമായി ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ പിന്നെ സാറേ, ഒരു മെഷീനിന് പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആ മെഷീൻ മാറ്റും. അതിന്റെ അർത്ഥം കോൺഗ്രസിന്റെ വോട്ട് BJP പോയെന്നല്ല, കോൺഗ്രസിന്റെ വോട്ട് മനുഷ്യനുണ്ടാക്കിയാണ്. അത് ഞാൻ ചോദിച്ചോട്ടെ, ഒരു വളരെ സിമ്പിൾ ആയിട്ട് മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു സംഗതി, അതിന്റെ അകത്ത് കൃത്രിമം കാണിക്കാൻ മറ്റൊരു മനുഷ്യന് പറ്റില്ല എന്നാണോ? അല്ല, പറ്റില്ല എന്നാണോ പറയുന്ന സാഹചര്യത്തിൽ പറയുന്നത്? നിങ്ങൾക്ക് പറയുന്ന സാഹചര്യത്തിൽ ഇവിടെ എങ്ങനെ റെലവന്റ് ആവുന്നേ? നിങ്ങൾക്ക് ഞാൻ പറയുന്നത്, ഈ ഫോൺ നിങ്ങൾ ഹാക്ക് ചെയ്യും. അല്ല, ഇത് ഹാക്കി വേണമെങ്കിൽ ഹാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനല്ല ചോദിച്ചത്. ഈ സാധനം ഹാക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറയുകയും ഒരാൾ വന്ന് ഇത് ഹാക്ക് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് പൊളിഞ്ഞു. പക്ഷെ നിങ്ങളുടെ ഫോൺ കൊണ്ടുവന്നിട്ട് ഞാൻ ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന വീഡിയോ അതാ. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ യൂട്യൂബിൽ കാണുന്ന അസംഖ്യം വീഡിയോകൾ നിങ്ങൾ കണ്ടല്ലോ. കേക്കൂ. സ്വന്തമായി വോട്ടിംഗ് മെഷീൻ നിങ്ങൾക്കും വാങ്ങാം. സ്വന്തമായി വോട്ടിംഗ് മെഷീൻ വാങ്ങിയതിനു ശേഷം നിങ്ങൾ അതിനെ ഹാക്ക് ചെയ്ത് കാണിക്കുന്നു. ശരി, എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷന്റെ ചലഞ്ച് എടുത്തിട്ട് നിങ്ങൾ ഈ ആളെ കൊണ്ട് അവിടെ പോകാത്ത? എന്താ അതിന്റെ ന്യായം പറഞ്ഞാൽ മതി ഷാഹുൽ. ആ ന്യായം പറഞ്ഞാൽ മതി. അതായത് നിങ്ങൾ പറഞ്ഞല്ലോ ഈ അസംഖ്യം വീഡിയോകളുണ്ട്, ആ വീഡിയോകളിലുള്ള ഒറ്റ ഒരുത്തനെ കൊണ്ട് അല്ലെങ്കിൽ എല്ലാവരെയും കൊണ്ട് പോയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഹാക്കത്തോണിൽ പങ്കെടുത്ത് ആ വോട്ടിംഗ് മെഷീൻ എന്താ ഹാക്ക് ചെയ്യാത്ത? പേടിയാണ്. അല്ല, എന്താ ചെയ്യാത്തെന്നുള്ളത് ന്യായം പറഞ്ഞു. നിങ്ങൾ ഉരുളുക. ഷാഹുൽ ഉരുളുന്നു. പ്രേക്ഷകർ ഇത് കാണുക, പ്രേക്ഷകർ കാണുക. ഷാഹുൽ ഇത് കട്ട് ചെയ്ത് കളയരുത്. ഒരിക്കലും പ്രേക്ഷകർ കാണുന്നു. ഷാഹുൽ ഉരുളുന്നു. ഷാഹുലിനോടുള്ള എന്റെ ചോദ്യം, നിങ്ങൾ ഈ പറയുന്ന വീഡിയോകളിലുള്ള ഒരുത്തൻ പോലും എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഹാക്കത്തോണിൽ പങ്കെടുത്ത് അതങ്ങ് പൊളിച്ച് കാണിക്കുന്നില്ല ഷാഹുലെ? അല്ല, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷാഹുലെ. അല്ല, ഞാൻ ചോദിക്കുകയാണ്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകപക്ഷീയമാണെന്നത് ഇതുവരെ അതല്ല ചോദ്യം. അതല്ല. തെന്നി മാറല്ലേ? ചോദിച്ചിട്ട് ഇത്രയും മുഴുത്ത എല്ലാ രീതിയിലുള്ള ഏകദേശം ഒരു 1,00,000-ഓളം, അതായത് ഒരു മനുഷ്യന് വായിച്ചു നോക്കാൻ പറ്റാത്ത രീതിയിൽ VVPATകൾ കൊടുത്ത ഒരു VVPAT എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? സോറി, VVPAT അല്ല, നമ്മുടെ എന്താ എന്റെ സംഗതി VVPAT സാധനമാണ് VVPAT. അതാണ് VVPAT. ആ VVPATന്റെ ഇതല്ലേ കൊടുത്തിരിക്കുന്നത്. ആ VVPATൽ ആ വോട്ട് ചെയ്ത VVPAT ഒരാൾക്കും കൊടുക്കത്തില്ല. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അപ്പൊ എന്താണ് ആ കൊടുത്തിരിക്കുന്ന സംഗതി? എന്താ അപ്പം എന്താ രാഹുൽ ഗാന്ധിക്ക് കൊടുത്തിരിക്കുന്നത്? രാഹുൽ ഗാന്ധിക്ക് ആര് VVPAT? രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഈ വോട്ടർ കാർഡും കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വോട്ട് ചെയ്തതിന്റെ, അങ്ങനെയാണല്ലോ ഇതിന്റെ 1.25 ലക്ഷം വോട്ടിന്റെ ഡിഫറൻസ് ഉണ്ടെന്ന് തെളിയിച്ചത്. നിങ്ങളുടെ ഹോംവർക്ക് തെറ്റാണ്. അങ്ങനെയല്ലേ? VVPAT എന്ന് പറഞ്ഞാൽ ഞാൻ വോട്ട് ചെയ്യുന്ന ആ ചിഹ്നത്തിന്റെ കണക്ക് എന്താണെന്നറിയോ? ഈ വോട്ടിംഗ് കറക്റ്റ് ആണെന്ന് അറിയാനായിട്ട് ഒരു മണ്ഡലത്തിൽ നിന്ന് 5% മറ്റോ റാൻഡമായിട്ട് ബൂത്തുകളിൽ നിന്ന് ഈ സാധനം എടുത്ത് വോട്ട് ചെയ്യും. അതായത് ഇപ്പൊ ഒരു പോളിംഗ് ബൂത്തിൽ 200 പേര് വോട്ട് ചെയ്യാനുണ്ടെന്ന് വെച്ചോ, അവിടെ ഒരു മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു 200 പോളിംഗ് ബൂത്തുകൾ ഒരു മണ്ഡലത്തിലുണ്ടെന്ന് കരുതിക്കും. അതിന്റെ 5% എടുക്കും. അതായത് റാൻഡമായിട്ട് ഇവർ ചൂസ് ചെയ്യുന്ന നറുക്കിട്ടെടുക്കുന്ന 10 മണ്ഡലങ്ങളിലെ പോളിംഗ് ബൂത്ത് പോയി VVPAT എടുക്കും. അപ്പൊ അവിടെ 200 വോട്ടർമാരുള്ളിടത്ത് 160 പേര് വോട്ട് ചെയ്തിട്ടുണ്ട്. ആ 160 പേര് വോട്ട് ചെയ്തിരിക്കുന്നതിന്റെ VVPAT നോക്കും. VVPAT നോക്കാന്ന് പറഞ്ഞാൽ BJPയുടെ ആണെങ്കിൽ താമര ചിഹ്നം വരും, കോൺഗ്രസിന്റെ ആണെങ്കിൽ കൈപ്പത്തി വരും. ഈ കണക്കെടുക്കും. ഈ കണക്കും മെഷീന്റെ കണക്കും കൂടെ തമ്മി നോക്കും. ഇത് രണ്ടും കൂടെ നോക്കിയിട്ട് ഇതിനകത്ത് മിസ്മാച്ച് ഉണ്ടോ എന്ന് നോക്കും. നാളെ ഇതുവരെ ഒരിടത്ത് മിസ്മാച്ച് ഉണ്ടായിട്ടില്ല. ഇല്ല, നാളെ ഇതുവരെ ഒരിടത്ത് മിസ്മാച്ച് ഇല്ല. അപ്പോ ഈ കർണാടകയിൽ ഈ 1.25 ലക്ഷം വോട്ടിന്റെ വ്യത്യാസം വന്നത്
ഏത് വോട്ടിന്റെ വ്യത്യാസം? രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന രീതിയിൽ അവതരിപ്പിച്ച അത് പിന്നെ എന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ മൊത്തത്തിൽ തെറ്റാണെന്നാണ് പറയുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്യാൻ, സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യാൻ സാധിക്കും? രാഹുൽ ഗാന്ധിക്കെതിരെ അവർ നിയമ നടപടികൾ അവർക്ക് എടുക്കാം. രാഹുൽ ഗാന്ധി എന്താ കേസ് കൊടുക്കാത്ത? നിങ്ങൾക്ക് നിയമം എന്താ? രാഹുൽ ഗാന്ധി എനിക്ക് തോന്നുന്നു നിലവിൽ കേസ് കൊടുത്തിട്ടില്ല. രാഹുൽ ഗാന്ധി 0 കേസ് കൊടുത്തു. 0 കൊടുത്തിട്ടില്ല. 0 ഇതുവരെ. അതുമായിട്ട് രാഹുൽ ഗാന്ധി കൊടുത്ത കേസുകളുടെ എണ്ണം 0. നാഷണൽ കോൺഗ്രസ് ഇതുവരെ അതുമായിട്ട് രാഹുൽ ഗാന്ധി ഇല്ല. വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട ഒരു കേസും ഇല്ല. വോട്ട് ചോരിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസും ഇല്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഹോംവർക്ക് തെറ്റാണ്. നിങ്ങളുടെ ഹോംവർക്ക് തെറ്റാണ്. അത് തെറ്റാണെങ്കിൽ ഞാൻ പ്രേക്ഷകരോട് അംഗീകരിക്കുന്നു. നിങ്ങളുടെ ഹോംവർക്ക് തെറ്റാണ്. രാഹുൽ ഗാന്ധി ഇതിന് കേസ് കൊടുത്തില്ല. അന്ന് മുതൽ BJP പറയുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറയുന്നത് എന്താ? നിങ്ങൾ കേസ് കൊടുക്കൂ. നിങ്ങൾക്ക് എന്താ ഉള്ളത്? ജനാധിപത്യ പ്രക്രിയയിൽ ഈ നമ്മുടെ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 45 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് കേസ് കൊടുക്കാം. തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു ശേഷം നിങ്ങൾക്ക് അവിടെയുള്ള വിഷ്വൽസ് പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഇത്ര ദിവസമുണ്ട്. എന്നിട്ട് വന്നിട്ട് 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷം 3 കൊല്ലം കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് എനിക്ക് ഇന്ന പോളിംഗ് ബൂത്തിലെ വിഷ്വൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നിയമം അതല്ലെന്നേ. കോടതിയുടെ ഉത്തരവനുസരിച്ച് നിങ്ങൾക്ക് 45 ദിവസം, ആ പീരീഡ് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കാം. എന്റെ ഓർമ്മയിലുള്ളത് 45 ദിവസം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തു പരാതി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് കൊടുക്കാം. ഞാൻ ഒരു ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. ഇപ്പൊ പല സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. 45 ദിവസം കഴിഞ്ഞ പല സംസ്ഥാനങ്ങളുണ്ടല്ലോ. ഒരിടത്ത് കോൺഗ്രസ് കേസ് കൊടുത്തോ? ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്തിട്ടില്ല. എന്നിട്ട് പിന്നെ നിങ്ങൾ 5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അത് വന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല, ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെയാണെങ്കിൽ ഈ വോട്ട് ചോരി എന്ന് പറയുന്ന ഇത്രയും വലിയ, അതായത് ഇന്ത്യ പോലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് നടന്ന വോട്ട് ചോരി എന്ന് പറയുന്ന വലിയൊരു കളവ് ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചിട്ട് അതിനെതിരെ എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എനിക്ക് തിരിച്ചു ചോദിക്കാമല്ലോ. ഇല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പത്രസമ്മേളനം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരികെ പത്രസമ്മേളനവും അവർ റെക്കോർഡും ഇറക്കി. ആ റെക്കോർഡ് ഇറക്കിയിരിക്കുന്നതിനകത്തിൽ ഓരോ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു. അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് പോയിരിക്കുന്ന കാര്യങ്ങളില്ല. എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധി കേസ് കൊടുക്കാനായിട്ട് അവർ ഇൻവൈറ്റ് ചെയ്യുന്നു. അതായത് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കാം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശ്വാസമില്ലെന്ന് വെച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിങ്ങൾക്ക് ബോധമില്ല. അപ്പൊ പരാതി കൊടുക്കേണ്ട ആർക്കാ? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശ്വാസമില്ല. കോടതി പോവാം. ഞാൻ ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി സുപ്രീം കോടതി പോവാത്ത എന്താ? എന്താ പോകണ്ടല്ലേ? എന്താ പോകാത്ത എന്താ? തീർച്ചയായിട്ടും ഞാൻ ചോദിക്കുന്ന ചോദ്യം ഷാഹുൽ 2 ചോദ്യം പറയാം. ഒന്ന്, ഈ വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞു. വോട്ടിംഗ് മെഷീൻ എന്തുകൊണ്ട് ഇന്നേ വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ അവരുടെ ഹാക്കത്തോണിൽ നിങ്ങൾ വന്ന് ഹാക്ക് ചെയ്യുന്നില്ല? ആ ചോദ്യം നിങ്ങൾ ചോദിക്കണം. 2, രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോകുന്നില്ല? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വാസമില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത് പോകണ്ടെന്നേ ഞാൻ പറഞ്ഞ ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ പോകണ്ട. പക്ഷേ ഈ നാട്ടിൽ കോടതികളുണ്ട്. കോടതി സംവിധാനത്തിലേക്ക് നിങ്ങൾക്ക് കേസുമായിട്ട് പോകാം. എന്തുകൊണ്ട് പോകുന്നില്ല? ഇനി രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ തെറ്റാണ് എന്ന് BJP ഒരു വശത്തു പറയുന്നുണ്ട്. അവരെ റെക്കോർഡ് കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. ഇതിൽ ഒരു കാര്യത്തിലെങ്കിലും രാഹുൽ ഗാന്ധി രണ്ടാമതൊരു പത്രസമ്മേളനം നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് ഇവിടെയുള്ള ഇന്ത്യൻ എക്സ്പ്രസും ഇവിടെയുള്ള NDTVയും ഇവിടെയുള്ള 24 ന്യൂസും എല്ലാം ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് പറയുന്നു. സരസ്വതി മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഒരാളാണ്, അത് ഇങ്ങനെ മൾട്ടിപ്പിൾ ആളില്ല എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇതല്ല എന്ന് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞു. പറഞ്ഞതിന് ശേഷം അക്കൗണ്ടബിലിറ്റി ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി അടുത്തൊരു പത്രസമ്മേളനം നടത്തിയിട്ട് എന്താ വിശദീകരിക്കാതെ? ഞാൻ പറഞ്ഞത് ഇന്നതാണ്. ഈ വോട്ട് ചോരിയെ ബന്ധപ്പെട്ട് 2 പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടെന്നാണ് എന്റെ അറിവ്. അല്ല, ബീഹാറുമായിട്ട് ബന്ധപ്പെട്ട് നടത്തി, അല്ലാതെ നടത്തി. ഞാൻ പറഞ്ഞത് അതിനുശേഷം ഈ 2 കാര്യങ്ങളും ചങ്ങാതി ഇത് 2 സ്ഥലത്തേതാണ്. ഒന്ന് കർണാടക മഹാരാഷ്ട്ര, മറ്റൊന്ന് ബീഹാർ. ഈ 2 സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. കർണാടക മഹാരാഷ്ട്രയ്ക്ക് ഫോളോ അപ്പ് ഇല്ല, ബീഹാറിന് ഫോളോ അപ്പ് ഇല്ല. ഈ 2 കാര്യങ്ങളും തെറ്റാണ് എന്ന് വന്നിരിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി പറയുന്നില്ല. ഇനി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഫാക്ച്വൽ എറേഴ്സ് വേറെ ഉണ്ട്, നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞു തമിഴ്നാട് കർണാടകയിലെ ഏതോ ഒരു സ്ഥലത്ത് 7-1 BJP ജയിച്ച സ്ഥലം എന്ന് പറഞ്ഞു. എന്തായിരുന്നു അവിടെ ഇഫക്റ്റ്? 4-4. അതായത് 7-8 അസംബ്ലി മണ്ഡലങ്ങൾ എന്തോ ആണ് അവിടുത്തെ ലോക്സഭയിൽ വരുന്നത്. അവിടുത്തെ ഭൂരിപക്ഷം വന്നിരിക്കുന്നത് 7-1 ആയിരുന്നു. എന്നിട്ട് ആ ഒരു മണ്ഡലത്തിലെ വ്യത്യാസത്തിൽ എന്തോ അങ്ങ് മറ്റൊരു ഇലക്ഷൻ മാറി എന്ന് പറഞ്ഞു. എന്താ അവിടുത്തെ റിസൾട്ട്? 4-4. ഞാൻ പറഞ്ഞത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള എലമെന്ററി കാര്യമല്ലേ? ആ കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടോ? അല്ല, എന്റെ ചോദ്യം, രാഹുൽ ഗാന്ധി അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? തെറ്റ് സമ്മതിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് അത്തരത്തിൽ ഒരു പഠനം നടത്താതെ അത്തരത്തിലൊരു വലിയൊരു സ്റ്റേറ്റ്മെന്റ്, അതും നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് തന്നെ അത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുമെന്ന് സീതറിന് തോന്നുന്നുണ്ടോ? ആണല്ലോ, നിങ്ങളുടെ മുന്നിൽ റെക്കോർഡ് ഇരിക്കുകയാണ്. നിങ്ങളുടെ മുന്നിൽ റെക്കോർഡ് ഇരിക്കുക. 24 ന്യൂസിനെ വിളിച്ചിട്ട് ആ സാധനം ഒന്നുകൂടെ കാണിച്ചു തരാൻ പറ.
അവര് പറയുന്നുണ്ട് ഫാക്ച്വൽ എറേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ ഒരു വീട്ടിൽ ഇത്ര ആൾക്കാരുടെ വോട്ടെന്ന്, ഒരൊറ്റ അഡ്രസ്സിൽ ഇത്ര ആൾക്കാരുടെ വോട്ട്. ചോദ്യമുണ്ട്. രാഹുൽ, നിങ്ങൾ ഈ വിഷയത്തിനെ പറ്റി പഠിക്കൂ. നിങ്ങൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ മാത്രം എടുത്തു വെച്ചിട്ടാണ് പറയുന്നത്. എന്നാൽ നിങ്ങൾ രാഹുൽ ഗാന്ധി പറഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചു? നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം കേൾക്കണ്ട, പോട്ടെ. നിങ്ങൾ BJPയുടെ വാദം കേൾക്കണ്ട, ബയാസ്ഡാണ്, പോട്ടെ. ഞാൻ പറഞ്ഞ നമ്മുടെ നാട്ടിലുള്ള BJP അനുകൂല മാധ്യമങ്ങളല്ലാത്ത മാധ്യമങ്ങൾ, കേരളത്തിലടക്കമുള്ള മാധ്യമങ്ങൾ പോയി ഈ സ്ഥലങ്ങളിൽ പോയി ആൾക്കാരെ കണ്ട് ഡേറ്റ എടുത്തിട്ട് വന്നതിന് ശേഷം കൃത്യമായിട്ട് പറഞ്ഞു. ഇവിടെ നമ്മുടെ കേരളത്തിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ VT ബൽറാം ആണെന്നാണ് എന്റെ ഓർമ്മ, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. കോഴിക്കോട് ഇതേപോലെ സംഭവമുണ്ട്, ഒറ്റ അഡ്രസ്സിൽ 400 600 പേരുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നു. ഒറ്റ രക്ഷകർത്താവ് എന്ന രീതിയിലത്തേക്കൊക്കെ അത് വാർത്ത വന്നു. ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്ത് ഡേറ്റ നോക്കി. ഒരാശ്രമമാണെന്നേ, ഒരാശ്രമത്തിൽ നിങ്ങളുടെ പൂർവ്വജന്മം ഉപേക്ഷിച്ചതിന് ശേഷം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗുരുവായിട്ട് നിങ്ങൾ ആരെ സ്വീകരിക്കുന്നു അയാളാണ് നിങ്ങളുടെ ഗാർഡിയൻ. അവരുടെ എല്ലാവരുടെയും വോട്ടർ പട്ടിക, ആശ്രമത്തിന്റെ അഡ്രസ്സും അവിടുത്തെ ഗുരുവുമാണ്. കരുണാകര ഗുരു എന്നൊക്കെ പറഞ്ഞ് പേരെഴുതിക്കുക. തിരുവനന്തപുരത്തുണ്ട്, എത്രയോ ആശ്രമങ്ങളുണ്ട്. കന്യാസ്ത്രീ മഠങ്ങളില്ലേ, ഈ മഠങ്ങൾ ഒറ്റ അഡ്രസ്സേ ഉള്ളതേ, ഒറ്റ ഹൗസ് നമ്പറാണ്. എത്ര ആൾക്കാരാണ് അവിടെ ഉള്ളത്? ആ ആൾക്കാരുടെ എല്ലാം ഗാർഡിയൻ എന്നാ. അതിനർത്ഥം എന്താ? ഒരാളിന് 200 മക്കളെന്നാണോ അതിന്റെ അർത്ഥം? ഒരാളിന് 60 മക്കളെന്നാണോ അതിനർത്ഥം? അതേപോലെ കർണാടകയിലെ ഹൈടെക് സിറ്റിയുടെ ഭാഗത്ത്, അതായത് IT ഹബിന്റെ ഭാഗത്ത് ഒരു ഒറ്റമുറി വീട് വാടകയ്ക്ക് ആൾക്കാർ താമസിച്ചിരിക്കുന്നത്, വർക്കേഴ്സാണ് വന്ന് താമസിച്ചിരിക്കുന്നത്. അവിടെ വരുന്ന ആൾക്കാർക്ക്, ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് അവർ വോട്ട് മാറ്റുകയും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ പീരീഡിനുള്ളിൽ ഇഷ്ടംപോലെ വർക്കേഴ്സ് മാറി വന്നു. ഈ ആൾക്കാരുടെ മുഴുവൻ ഡേറ്റ വെച്ചിട്ട് പറയുകയാണ് ഈ ഒരൊറ്റ വീട് റൊട്ടേറ്റിംഗ് ആയിട്ട് നിന്നുകൊണ്ട് നിരവധി ആൾക്കാർക്ക് വന്നിരിക്കുന്നത്. അത് കൺസ്ട്രക്ഷൻ ഒരുത്തരം എടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഫാക്ച്വൽ എററിനെ പറ്റി നിങ്ങൾ പഠിക്കാതെ ആ ചോദ്യം ചോദിക്കുന്നതിൽ കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇവരെ എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു ലളിതമായ കാര്യം ഇതിപ്പോ സീതട്ട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ, എനിക്ക് സംസാരിക്കാം. നിങ്ങൾ പറയുന്ന കാര്യത്തിന് തിരുത്താൻ എനിക്ക് കൂടുതൽ സമയം വേണ്ടി വരും. ഞാൻ പറഞ്ഞത് നിസ്സാരമായിട്ടുള്ള കാര്യം. രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ശരിയായിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ നടന്നിരിക്കുന്നത് ഭയങ്കര തട്ടിപ്പല്ലേ? തീർച്ചയായിട്ടും ആണല്ലോ. ഭയങ്കര തട്ടിപ്പാണെങ്കിൽ അദ്ദേഹം പറയുന്നത് എന്താ? തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നാണല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണല്ലോ. ആ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത കളയുന്നതിന് ഈ തെളിവുകൾ കേൾക്കുന്നേ. ഈ ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത തകർക്കുന്നതിന്, വിശ്വാസ്യത ഇല്ലാതെയാക്കുന്നതിന് ഈ വിഷയം മതിയല്ലോ, പ്രൂവ് ചെയ്താൽ മതിയല്ലോ. തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചുമ്മാ ഒരാളിന് ഫേവർ ചെയ്യണ്ടല്ലോ. BJPക്ക് ഫേവർ ചെയ്യണമെങ്കിൽ വേറെ താല്പര്യം ഉണ്ടല്ലോ. ഈ സാധനം വെച്ചിട്ട് ഒരു കേസ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ മോദി രാജിവെക്കേണ്ടി വരത്തില്ലെന്നേ. ഈ ഇലക്ഷൻ കാര്യങ്ങളിൽ സർക്കാർ സംവിധാനത്തിനെ ദുരുപയോഗം ചെയ്തു എന്നതിന്റെ പേരിലാണ് ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ റദ്ദായത്. ആണല്ലോ. അതേ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യവും പൂട്ടും, നരേന്ദ്രമോദിയുടെ കാര്യവും പൂട്ടും. സുന്ദരമായിട്ട് രാഹുൽ ഗാന്ധിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ആൾക്കാരടുത്ത് പറഞ്ഞിട്ട് ഭരണത്തിൽ വരാം. എന്താ ചെയ്യാത്തെ? ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ മലയാള മാധ്യമങ്ങൾ അടക്കം പോയി രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ തെറ്റാണ് എന്ന് തെളിയിച്ചിട്ട് അതിനെപ്പറ്റി ഒരു വിശദീകരണം നൽകാൻ പറ്റുന്നില്ല. ഞാൻ ഇതിനോടൊപ്പം ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് ചർച്ച ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കട്ടെ. അതായത് എനിക്ക് എൻ്റെ ഭാഗത്ത് ഇത് പഠിച്ചതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്കിപ്പം ചെറിയൊരു സംശയം തോന്നുകൊണ്ട് ഞാൻ ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു സംശയമാണ്. അതായത് പല മണ്ഡലങ്ങളിലും ആകെ പോൾ ചെയ്യപ്പെട്ട വോട്ടും അതുപോലെ തന്നെ ഇലക്ട്രൽ വോട്ടും തമ്മിൽ ആകെ പോൾ ചെയ്ത വോട്ടും ടോട്ടൽ അവിടെയുള്ള വോട്ടർമാരും തമ്മിൽ വലിയൊരു അന്തരം പല മണ്ഡലങ്ങളിലും. അത് വാർത്തയിലാണ് വന്നത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാം തെറ്റാണ്. എല്ലാം 100% അങ്ങനെ നടക്കില്ല. നിങ്ങൾക്ക് അങ്ങനെ നടക്കില്ല. പല മണ്ഡലങ്ങളിൽ ഞാൻ പല വാർത്തകളിലും കണ്ടു. അതാണ് പറഞ്ഞത്, ടോട്ടൽ പോൾ ചെയ്ത വോട്ടും ആകെയുള്ള വോട്ടർമാരും തമ്മിൽ വലിയ അന്തരം ഉണ്ടെന്ന്. അങ്ങനെ ഇല്ല. അതായത് ആകെയുള്ള വോട്ടിനേക്കാൾ കൂടുതൽ ഒരൊറ്റ സ്ഥലത്തും ആകെ ഒരു മണ്ഡലത്തിലുള്ള വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നിങ്ങൾക്ക് മെഷീനിൽ ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇതിനെ വെരിഫൈ ചെയ്യാനായിട്ട് ശതമാനത്തിൽ വ്യത്യാസം വന്നിട്ടില്ലേ? ഇല്ല. ആ ശതമാനത്തിന്റെ കണക്ക് എന്താ നിങ്ങൾക്ക് അറിയോ? അതായത് ഇതിന്റെ കട്ട് ഓഫ് ടൈമിലാണ് ഒരു ശതമാനം എടുക്കുക. തെരഞ്ഞെടുപ്പിന്റെ കട്ട് ഓഫ് ടൈമിൽ നിങ്ങൾ ക്യൂവിൽ നിന്നിട്ടുണ്ടെങ്കിൽ ആ ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ വോട്ട് ചെയ്യാം. അതായത് 6 മണിക്ക് കട്ട് ഓഫിൽ നിങ്ങൾ ശതമാനം എടുത്താൽ 6 മണിക്കകത്ത് നിങ്ങൾ ക്യൂവിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 7:30 വരെയും ക്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ഈ സാധനം ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. ആ 2 ദിവസം കഴിയുമ്പോഴാണ് ഈ വ്യത്യാസം വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വിശദീകരണം ഇറക്കിയിട്ടുണ്ടേ. അതിന്റെ കണക്കുകൾ കൃത്യമായിട്ട് ഇന്ന സമയത്ത് റെക്കോർഡ് ചെയ്ത് ഇന്നതാണ്. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കുള്ള റെക്കൺസിലിയേഷൻ ഇതാണ് വന്നിരിക്കുന്നത്. ഫാക്ച്വൽ ആയിട്ടുള്ള എറർ അല്ല എന്നതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെളിവുകളുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ രാഹുൽ ഗാന്ധിയെ വിശ്വസിക്കേണ്ട, നരേന്ദ്രമോദിയെ വിശ്വസിക്കേണ്ട, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരെയും വിശ്വസിക്കേണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാർഷ്യാലിറ്റി ഇല്ലെന്നാണ് പറയുന്നത്. അല്ല, പാർഷ്യാലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ തെളിയിക്കണ്ടേ? അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് നമുക്ക് കൺമുന്നിൽ കാണുകയല്ലേ.
ഒരെണ്ണം പറയൂ. നരേന്ദ്രമോദി പറയുന്ന വർഗീയ പരാമർശങ്ങളെ വളരെ ലഘൂകരിക്കുകയും അതിന് എതിരായിട്ട് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളെ വലിയ രീതിയിൽ വക്രീകരിച്ച് കാണിക്കുകയും അദ്ദേഹത്തിന് നിയമ നടപടികൾ സ്വീകരിക്കുക. എത്ര എണ്ണം? രാഹുൽ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മിഷൻ വർഗീയ പരാമർശത്തിന്റെ പേരിൽ ഇവിടെ കേസെടുത്തിരിക്കുമല്ലോ. എനിക്ക് തോന്നുന്നു മാപ്പ് പറയിപ്പിച്ചില്ലേ? മാപ്പ് പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാപ്പ് പറയണം എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു. അല്ല, മാപ്പ് പറയണം എന്ന രീതിയിൽ വരെ ഒരു പരാമർശം നടത്തിയിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ എല്ലാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി രാജസ്ഥാനിൽ മുസ്ലിം സമുദായത്തിനെതിരായിട്ട് പരാമർശം നടത്തി എന്നുള്ള സംശയമൊന്നുമില്ലല്ലോ. നുഴഞ്ഞു കയറ്റപ്പെട്ട് വന്നവരാണ്, പെറ്റുപെഴുകുന്നവരാണ് എന്നുള്ള രീതിയിൽ പരാമർശം നടത്തിയിട്ട് എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ ഇടപെട്ടില്ല എന്നാ ഷാഹുൽ അത് പറഞ്ഞേ? രാജസ്ഥാനിൽ ഈ 2024 തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്. ഏത് ഡേറ്റിലാ പറഞ്ഞേ? ആ ഡേറ്റ് കറക്റ്റ് ഒന്നും ഓർത്തിപ്പോ നമുക്ക് പറയാൻ സാധിക്കില്ല. ഡേറ്റും വേണം. എന്തെന്നറിയോ, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വെറുതെ ഒരു കുഞ്ഞുകളിയല്ല. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ കുറിച്ചോ? തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്നാൽ അതിനെ കുറിച്ച് പഠിക്കാത്ത ആളായിരിക്കില്ല ശ്രീത്തേട്ടൻ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ നടത്തുന്ന ഏത് കാര്യത്തിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേസെടുക്കാൻ പറ്റുക? അതൊന്ന് പറയൂ ഷാഹുൽ, എന്ന് പറയും. അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു കാര്യത്തിൽ കേസെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത്, നടപടി എടുക്കാൻ പറ്റുന്നത് ഏത് സമയം? അതായത് ചട്ടലംഘനപരമായിട്ടുള്ള എന്ത് ചട്ടലംഘനം എപ്പോഴാണ് വരിക? ചട്ടലംഘനം അത് വ്യക്തിപരമായിട്ട് ചട്ടലംഘനം എപ്പോ വരും? ഒരു സമുദായത്തിനെതിരെയുള്ള അധിക്ഷേപങ്ങളാവാം, അതെല്ലാം ചട്ടലംഘനത്തിൽ വരുന്നല്ലേ? അപ്പൊ അത്തരത്തിൽ വലിയൊരു അധിക്ഷേപമല്ലേ നടത്തിയ? ചോദ്യം കേട്ടിട്ട് പറയൂ, ചട്ടലംഘനം എപ്പോ വരും? അത് നിങ്ങൾ പറയൂ, എനിക്കറിയില്ല. ചട്ടലംഘനം എങ്ങനെയാണ് വരുന്നത്? ചട്ടലംഘനം വരണമെങ്കിൽ ചട്ടം വരണം. ചട്ടമാണ് മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട്. മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് വരുന്നത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമ്പോഴാണ് അല്ലേ? അപ്പൊ ഏത് സമയത്ത് അത് വന്നേ? അല്ല, അത് പരാമർശം നടത്തിയിരിക്കുന്നത് എങ്ങനെയാണെങ്കിലും ഇലക്ഷന്റെ സമയത്ത് തന്നെയാണ്. ഇലക്ഷന്റെ സമയമെന്നല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ആ ഒരു പരാമർശം പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പരാതികൾ വരുമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതുകൊണ്ട് 2019 എന്റെ ചങ്ങാതി, നിങ്ങൾ ഈ ഒരു ചോദ്യത്തിൽ നിൽക്കാതെ നിങ്ങൾ ചാടിപ്പോന്ന് എന്തിനാ? ഞാൻ അതിന് മറുപടി പറയുമ്പോൾ അതിന് മറുപടി പറയൂ. ഞാൻ മറുപടി കൃത്യമല്ല, നിങ്ങളുടെ ചോദ്യം ശരിയല്ല. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇന്ന സമയത്ത് ഇന്നതുപോലൊരു സാധനമുണ്ട്, അതിൽ പരാതി ഉണ്ടെങ്കിൽ അത് കേസെടുക്കണമായിരുന്നു. ഇതേപോലെ സമാനമായിട്ടുള്ള മറ്റുള്ള സ്ഥലങ്ങളിലുമുണ്ട്, കേസെടുക്കണമായിരുന്നു. എത്രയോ സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്ത പരിപാടി എന്താ? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പാർട്ടിയിലുമുള്ള ആൾക്കാരോട് വാക്കാൽ പരാമർശിച്ചിട്ട് അങ്ങനെ വിട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നരേന്ദ്രമോദിക്കെതിരെ അത്തരത്തിലുള്ള പരാമർശം നടത്തിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ പറഞ്ഞു. നരേന്ദ്രമോദിയോട് പറയുന്നത് നിങ്ങൾ വിചാരം? നരേന്ദ്രമോദി പറഞ്ഞോ? നിങ്ങൾക്ക് ഇതിന്റെ ചട്ടം ഒന്ന് മനസ്സിലാക്കൂ സുഹൃത്തേ. ഞാൻ ചോദിക്കുന്നത് വ്യക്തിപരമായി എന്റെ സുഹൃത്തെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോടാ ഇന്ററാക്ട് ചെയ്യുന്നേ? പാർട്ടികളോടായിരിക്കാം. തെരഞ്ഞെടുപ്പ് പാർട്ടികളോടായിരിക്കാം. പാർട്ടിക്ക് ശാസന കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? പാർട്ടിക്ക് ശാസന കൊടുക്കുന്നു. രാഹുൽ ഗാന്ധിക്കാണോ കൊടുക്കുന്നത്, കോൺഗ്രസിനാണോ കൊടുക്കുന്നത്? പറയും. ബിജെപിക്ക് ശാസന. രാഹുൽ, ഞാൻ ചോദ്യം ചോദിക്കുന്നതിന് മറുപടി പറയുമ്പോൾ അതിലേക്ക് വരും. ഇതിന് മറുപടി പറയൂ. രാഹുൽ ഗാന്ധിക്കാണോ കൊടുക്കുന്നത്, കോൺഗ്രസിനാണോ? രാഹുൽ ഗാന്ധിക്കും ശാസന കൊടുക്കാം. രാഹുൽ ഗാന്ധിക്കാണോ കോൺഗ്രസിനാണോ? കോൺഗ്രസിനായിരിക്കാം കൊടുക്കുന്നത്. കോൺഗ്രസിന്. ബിജെപിക്ക് കൊടുത്തിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? ബിജെപിക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ചങ്ങാതി, ഉരുളരുത്. അല്ല, ഉരുളല്ല. ഷാഹുൽ, എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, എന്റെ അഡ്വൈസ് അല്ല. തീർച്ചയായിട്ടും നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോ ആ ചോദ്യത്തിന്റെ പിൻവശവും മുൻവശവും ഉൾപ്പെടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചോദിക്കാം. അതല്ല എങ്കിൽ എനിക്കൊരു 4ാം ക്ലാസ്സിലെ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറയേണ്ടി വരും. അതല്ല ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് എന്റെ സമയവും നിങ്ങളുടെ സമയവും വേസ്റ്റ് ആണ്. ഇത് കാണുന്നവരുടെ സമയം ലോക വേസ്റ്റ് ആവും. ഞാൻ പറയുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് ബ്ലാങ്കറ്റ് നടപടി എന്ന രീതിയിലത്തേക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും കൊടുക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ മൊബൈൽ എടുക്കൂ, ഗൂഗിളിൽ സെർച്ച് ചെയ്യൂ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന പ്രസ്താവനകൾക്ക് BJP വാൺ ചെയ്തോ ഇല്ലയോ എന്ന് നോക്കൂ. നിങ്ങൾക്ക് തെറ്റുപറ്റിയെങ്കിൽ ഈ ക്യാമറയിൽ നോക്കി പറയൂ. ചലഞ്ചാണ്. അല്ല, ഞാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കക്ഷികളോടും ഒരേ സമീപനമാണ് സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ കക്ഷികളോടും. രാഹുൽ, നിങ്ങളുടെ ഒറിജിനൽ വാദത്തിൽ നിങ്ങൾ നിൽക്കാത്തത് അല്ല. ഞാൻ അത് പറയട്ടെ, മറുപടി പറയാൻ ചോദിക്കും. അതായത് BJP ബാൻ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് എന്റെ രണ്ടാമത്തെ സെക്കൻഡറിയാണ്. ഞാൻ ചോദിക്കുന്നത്, നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ 150 കോടി ജന, എനിക്ക് തോന്നുന്നത് ഈ 35% 40% വോട്ടിലാണ് BJP അധികാരത്തിൽ വരുന്നത്. എന്നിട്ടും 60% ഇപ്പോഴും BJPക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു സമൂഹമുള്ള ഈ രാജ്യത്ത് പറയട്ടെ, ഞാൻ പറയുന്ന പോയിന്റ് പൂർത്തീകരിക്കാൻ പറഞ്ഞുതരും. അല്ല, ഇത് പറയട്ടെ. നിങ്ങൾ സംസാരിക്കുമ്പോൾ അനുവദിക്കുന്നില്ല.
ഞാൻ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ എല്ലാവരുടെയും പ്രധാനമന്ത്രിയായി എന്റെ പൊന്നു ഷാഹുലെ, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് വർഗീയ വിദ്വേഷ പ്രചരണം നടത്താൻ വേണ്ടി നമ്മുടെ തിരഞ്ഞെടുപ്പിൽ അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ നാവ് ഉപയോഗിക്കുമ്പോൾ ആ നാവ് മിണ്ടാട്ടം അനുവദിക്കരുത് എന്ന് പറയാൻ എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയുന്നില്ല? അത് നമ്മുടെ രാജ്യത്തിന്റെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന നമ്മുടെ സിദ്ധാന്തത്തിന് ചേർന്നതല്ല എന്ന് പറയാനുള്ള ആ ശേഷി എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഞാൻ ചോദിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പഞ്ചപുച്ഛം അടക്കി BJP-യുടെയും നരേന്ദ്രമോദിയുടെയും മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണെന്നാണോ? അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? തീർച്ചയായും നിങ്ങൾ ഒരു വിഷയം പഠിക്കുന്ന സമയത്ത് അത് പൂർണ്ണമായി മനസ്സിലാക്കിയിട്ട് ചോദിക്കുക. ഇപ്പൊ നിങ്ങൾ പറയുന്ന ബ്ലണ്ടറുകളെ കൂടി തിരുത്തേണ്ടി വരുന്ന അവസ്ഥ എനിക്കുണ്ട്. ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. കുറച്ച് മെച്യൂർ ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളിവിടെ ചെയ്യുന്ന പ്രശ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആർക്കെതിരെയാണ് നോട്ടീസ് അയക്കുന്നത് എന്നതിനെ പറ്റി പോലും നിങ്ങൾക്ക് ധാരണയില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. പാർട്ടിക്കെതിരെ, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP-ക്ക് നോട്ടീസ് അയച്ചതിനെ കുറിച്ച് വാർത്തകൾ വന്നതിനെ എന്റെ ചങ്ങാതി ഒരു കാര്യം പറയുന്ന എത്ര നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നാ മോഡി പ്രസംഗിച്ചതെന്ന് അറിയത്തില്ല. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്ര ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ മുഖ്യധാര വിവരക്കേട് പറയല്ലേ? മലയാള മനോരമ വിവരക്കേട് പറയല്ലേ ഷാഹുലെ? എന്റെ ഷാഹുലെ വിവരക്കേട് പറയരുത്. ഷാഹുൽ വിവരക്കേട് പറയരുത്. ഷാഹുലിനോടുള്ള എന്റെ റിക്വസ്റ്റ് ആണ്, വിവരക്കേട് പറയരുത്. നരേന്ദ്രമോദി പ്രസംഗിക്കുന്ന തീയതി ഒന്നും ഞാൻ ഓർമ്മയില്ല. പക്ഷെ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്തയച്ചതെന്ന് ഞാൻ ഓർത്തിരിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അതെന്ത് വാദം? അതിനെന്ത് സിഗ്നിഫിക്കൻസാ ഉള്ളത്? ഞാൻ പറയുന്ന ചോദ്യത്തിന് നിങ്ങൾ മറുപടി കഴിയും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയക്കേണ്ടത് ആർക്ക്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയക്കേണ്ടത് ആർക്ക്? ആ കാര്യത്തിനെ പറ്റി നിങ്ങൾക്കൊന്നാമത് ധാരണയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങൾ പറയുന്നത് BJP-ക്ക് നോട്ടീസ് അയച്ചില്ല എന്നാണ്. നോട്ടീസ് അയച്ചു. എത്ര ആൾ കഴിഞ്ഞ്, എത്രത്തോളം വിവാദമായതിനു ശേഷം പരാതി അവർക്ക് ചെല്ലുന്ന സമയത്താണ് എന്റെ ചേട്ടാ ഇത് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി വന്ന് 10, 15, 2, 3 ആഴ്ചയ്ക്ക് ശേഷമാണ് നോട്ടീസ് അയച്ചെന്ന് ഞാൻ പറഞ്ഞാൽ കോൺഗ്രസിന്റെ ആണെങ്കിലോ നിമിഷ നേരം കൊണ്ട് നോട്ടീസ് 3 സെക്കൻഡോ 3 സെക്കൻഡ് എന്നല്ല, 2 ദിവസം കൊണ്ട് ചെയ്യുന്നതും 25 ദിവസം കൊണ്ട് ചെയ്യുന്നതും വ്യത്യാസമില്ല. എന്റെ ചേട്ടാ നിങ്ങൾ കണക്കെടുത്ത് വെക്കുന്നേ. അതിനാണ് പറയുന്നത് ഒരിടത്ത് അസംഷന് മറുപടിയില്ല. നിങ്ങൾക്ക് അറിയത്തില്ല കോൺഗ്രസിന് അയച്ചത് എപ്പോഴാണെന്നും BJP-ക്ക് അയച്ചത് എത്രയാണെന്നും നിങ്ങൾക്കും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. നിങ്ങൾ എന്തിനു വെറുതെ തർക്കിക്കുന്നത്? പക്ഷേ ദിവസങ്ങൾ ഉടായ്പ നടക്കൂല ഷാഹുലെ. നിങ്ങളെക്കാൾ കില്ലാടിയെ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് എന്റെ മുന്നിൽ ചോദ്യം ചോദിച്ചിട്ട് ചാടി പോകുമ്പോൾ പിടിച്ച് ഞാൻ അവിടെ ഇരുത്തിയിട്ട് ഞാൻ മറുപടി പറയും. പക്ഷേ അതാണ് നിങ്ങളുടെ ഒന്നാമത്തെ ചോദ്യത്തിൽ നിങ്ങൾക്ക് ഷാഹുലെ. നിങ്ങൾ ഈ ചർച്ചയിൽ പറഞ്ഞ മണ്ടത്തരങ്ങൾ ഞാൻ ഓരോന്ന് എണ്ണി വേണമെങ്കിൽ ഇപ്പൊ റീക്യാപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചർച്ചയുടെ ടീസറായിട്ട് കൊടുക്കുകയും ചെയ്യാം. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞത് വികസിത രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത എന്ന് നിങ്ങൾ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ഓടി എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ഫിറ്റ് ചെയ്ത ഒരു വാക്ക്, അത് പറയേണ്ട കാര്യമില്ല. അപ്പൊ ശ്രീധരൻ പറഞ്ഞ ഒരു ബ്ലണ്ടറിനെയും RSSനെയും ഒരേ അച്ചുതണ്ടിൽ കാണുന്ന താങ്കൾ എന്തുകൊണ്ട് PFI എതിർക്കുന്ന അതേ ഊർജ്ജത്തോടെയും ഉന്മേഷത്തോടും കൂടി RSSനെ എതിർക്കുന്ന ചോദിക്കുന്നതിന് ഉത്തരം പറയാതെ താങ്കൾ സ്കിപ്പായി പോയല്ലോ? PFI ഈ രാജ്യത്തെ ഇസ്ലാമികവൽക്കരിക്കാൻ ശ്രമിക്കാൻ നടക്കൂലെന്നേ. RSS എന്താക്കി? പറഞ്ഞു ഹിന്ദു ആകാൻ പറഞ്ഞു. ഇല്ല, RSS നിങ്ങളോട് ഹിന്ദു ആകാൻ പറഞ്ഞു. ഇസ്ലാമികവൽക്കരണം എന്റെ പൊന്നു കേട്ടാ നിങ്ങൾ അത് വിട്. നിങ്ങൾ VS അച്യുതാനന്ദൻ പറഞ്ഞു നോക്കാം. അങ്ങനെ RSS ആണ്. 2010 ഡൽഹിയിലെ പത്രസമ്മേളനത്തിൽ VS അച്യുതാനന്ദൻ പറഞ്ഞത് അടുത്ത 25 or 30 വർഷത്തിനുള്ളിൽ കേരളത്തിനെ പൂർണ്ണമായിട്ടും ഇസ്ലാമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് PFI നടത്തുന്നത് എന്ന് പറഞ്ഞത് VS അച്യുതാനന്ദനാണ്. ഏത് CPM-കാരാണ് VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞത്? ഏത് CPM-കാരൻ, ഏത് മതേതരത്തെ ചേരിയിലുള്ള വ്യക്തിയാണ് പാശുവിന്റെ പേരിൽ പാവപ്പെട്ട ദളിതരെയും അടിച്ചു കൊല്ലുന്നത്? തീർന്നില്ല, നിൽക്കൂ. VS അച്യുതാനന്ദനെ വാലും ചുരുട്ടി ഓടി. ഒരു വർഗീയവാദിയാണോ? VS വർഗീയവാദി അല്ല. പ്രസ്താവനയോ? ആ പ്രസ്താവന വർഗീയമാണോ അല്ലയോ? ഏത് പ്രസ്താവന? അടുത്ത 30 വർഷത്തിനുള്ളിൽ കേരളത്തിനെ ഇസ്ലാമികവൽക്കരിക്കാനുള്ള അജണ്ടയാണ് PFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയവാദമാണോ അല്ലയോ? അത് വർഗീയവാദം എങ്ങനെയാണ്? PFI പറഞ്ഞത് മുസ്ലിങ്ങൾക്കെതിരെയാണ് പറഞ്ഞത്. RSSനെതിരെ എന്താ VS അത് പറയാഞ്ഞ സാറേ? RSSനെതിരെ VS അത് പറഞ്ഞിട്ടുണ്ടോ? RSSനെതിരെ RSS ഓടല്ലേ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. RSSനെതിരെയൊന്നും ഞാൻ പറഞ്ഞില്ല. അങ്ങനെയൊക്കെ പറയാം, കാരണം അങ്ങയുടെ രാഷ്ട്രീയം അതല്ല. പുള്ളിയുടെ രാഷ്ട്രീയം നിങ്ങളുടെ അമ്മയാണെങ്കിൽ അത് രാഷ്ട്രീയം. ഇതും രാഷ്ട്രീയമല്ലേ? അല്ല, അതൊരു
വർഗീയവാദം എന്ന് പറയുന്നതാണ് രാഷ്ട്രീയം. ഒരു സംഘടന ഇവിടെ താങ്കൾ ഉറപ്പിച്ച് പറയുന്നു VS വർഗീയവാദിയാണ്, മോദി ഷാഹുലെ എന്റെ വാർത്ത വർഗീയവാദിയാണോ? ഷാഹുലെ വർഗീയവാദിയല്ല നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പറയുന്നു. എന്റെ മോദി വർഗീയവാദിയാണോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 3 ചോദ്യങ്ങളുടെ മറുപടി ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ഓടുകയാണ്. 3 ചോദ്യം എന്റെ മെമ്മറിയിലുണ്ട്. ഞാൻ മറുപടി പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. ഷാഹുലിന്റെ മറുപടി ഇല്ല. മോദി കേട്ടോ, നിങ്ങൾ VS-നെ വിട്ടു, നിങ്ങൾ മോദിയിലേക്ക് വന്നു. ആ ചോദ്യത്തിന് മറുപടി ഞാൻ പറഞ്ഞില്ല. വർഗീയവാദി എന്ന് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അത് നമ്മൾ അംഗീകരിച്ച ഒരു വിഷയത്തിൽ ഞാൻ ഓടല്ലേ ചോദിക്കുന്നത്, പ്രധാനമന്ത്രി വർഗീയവാദി. ഷാഹുലെ, നിങ്ങൾ പലരെയും നിങ്ങൾ കൊണ്ടുവന്ന് പോഡ്കാസ്റ്റിൽ ഇരുത്തി കാണും, നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാകും. അങ്ങനത്തെ ആളല്ല ഞാൻ. ഞാൻ അവിടെ പിടിച്ചിരുത്തി നിങ്ങളുടെ വാൽ അവിടെ ചവിട്ടി വെച്ചിട്ട് നിങ്ങളെ അവിടെ ഇരുത്തി പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. പക്ഷേ പറയുന്നില്ലല്ലോ. ഞാൻ വാലിട്ട് വന്നിരിക്കുന്നു, താങ്കൾ മോദി വർഗീയവാദിയാണോ? അതല്ലല്ലോ ചോദ്യം. അതിലേക്ക് വരാൻ ഞാൻ വരാമെന്നേ. അതെന്തുകൊണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് 2 ചോദ്യത്തിന് നിങ്ങൾ ഓടി. അതിന് ഞാൻ മറുപടി പറയാം. അതിനകത്ത് പറയണേ, നിങ്ങളിതാ ഞാൻ ഇത്തിരി അവസാനിപ്പിക്കുന്നത് മോദി വർഗീയവാദിയാണോ? ഞാൻ ഇത്തിരി മുമ്പേ ഞാൻ ഇങ്ങനെ ഇരുന്നു. ആണോ? നിങ്ങൾ പറഞ്ഞപ്പോ മിണ്ടാതിരുന്നു. നിങ്ങൾ മിണ്ടായിരിക്കാനാ ഞാൻ പറഞ്ഞു. ഇല്ല, നിങ്ങൾ സംസാരിക്കാതെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ സംസാരിക്കാം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കെ 2010 മുഖ്യമന്ത്രി എന്ന നിലയിൽ നടത്തിയിരിക്കുന്ന പത്രസമ്മേളനത്തിൽ എല്ലാ ഇന്റലിജൻസും പോലീസ് സംവിധാനവും കയ്യിലുള്ള ആൾ പറഞ്ഞു, കേരളത്തിലെ ഇസ്ലാമികവൽക്കരിക്കാനുള്ള അജണ്ട PFI ഉണ്ട് എന്ന് പറഞ്ഞു. മിണ്ടാതിരിക്കുന്നേ, നിങ്ങൾ മിണ്ടരുത്. ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ മര്യാദ കാണിക്കൂ. ഞാൻ സംസാരിക്കും. നിങ്ങൾ മിണ്ടാതിരിക്കൂ ഷാഹുൽ. നിങ്ങൾ മിണ്ടാതിരിക്കേ. നിങ്ങൾക്ക് നിങ്ങളുടെ ആർഗ്യുമെന്റ് പോകുന്നു എന്ന് പറയുന്ന സമയത്ത് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ പോഡ്കാസ്റ്റ് ആയിരിക്കും, പക്ഷെ എന്നെ കേൾക്കാനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രസംഗിച്ചാൽ മതി. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് കേൾക്കാനാണെങ്കിൽ നിങ്ങൾ മിണ്ടായിരുന്ന നിങ്ങൾ പറഞ്ഞു ഓരോ പിന്നെ ചുമ്മാ കയറി വരാൻ പറ്റുമോ? താങ്കൾ ഞാൻ ചുമ്മാ കയറി വരാൻ പറ്റുമോ? നിങ്ങളുടെ പ്രസംഗം എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകരെ കേൾപ്പിക്കാനുമാണ് നിങ്ങൾ എന്നെ വിളിച്ചത് അല്ലേ? അല്ല, നിങ്ങൾ പറയുന്ന ആൾക്കാരെ കേൾപ്പിക്കാൻ എനിക്ക് വരേണ്ട കാര്യമില്ല. അപ്പം മിണ്ടായിരിക്കും. മുഖ്യമന്ത്രിയായിരുന്ന എല്ലാ ഇന്റലിജൻസും പോലീസ് സംവിധാനവും കിട്ടുന്ന VS അച്യുതാനന്ദൻ കേരളത്തിനെ ഹൈന്ദവവൽക്കരിക്കാനായിട്ട് BJPക്ക് RSSന് ഒരു പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? RSSന് പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടി പറയൂ ചങ്ങാതി. പ്ലാൻ ഉണ്ടോ യെസ് ഓർ നോ പറയാൻ ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ അല്ലല്ലോ. പിന്നല്ലാതെ നിങ്ങളോട് ഞാൻ VS വർഗീയവാദിയാണോ അല്ലയോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് യെസ് ഓർ നോ ആയിരുന്നല്ലോ സാറേ എന്നോട്. അല്ല എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം എന്തോ പറഞ്ഞു? ഇതും അല്ല എന്ന് ഞാൻ പറയുന്നു. അല്ലല്ല, നിങ്ങൾ ആയിരുന്നോ? നിങ്ങൾ എന്നോട് VS വർഗീയവാദിയാണോ അല്ലയോ എന്ന് ചോദിച്ചപ്പോ യെസ് ഓർ നോ ആയിരുന്നോ? ഞാൻ പറഞ്ഞ എന്താ? വർഗീയവാദി അല്ല എന്ന് പറഞ്ഞു. നിങ്ങളിപ്പോ എന്താ പറഞ്ഞത്? ചേട്ടാ, നിങ്ങൾക്ക് മറുപടി ഇല്ലല്ലോ. ചേട്ടാ, നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? പറയുന്നത് ആ ചോദ്യം വരുന്നത് അടുത്ത ചോദ്യം തീർന്നിട്ടാ മോനെ ഷാഹുലെ. ആ കഴിഞ്ഞ ചോദ്യം തീർന്നിട്ട് നിങ്ങളുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരുമെന്നേ, പിടയ്ക്കാതെ. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരും. ഞാൻ ചോദിക്കുന്നത് RSSും PFIയും നിങ്ങൾ ഒരേപോലെ എന്തുകൊണ്ട് ഞാൻ എതിർക്കുന്നില്ല എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു. ആ ചോദ്യം കഴിഞ്ഞില്ല ചേട്ടാ. പിന്നെ നിങ്ങൾ എങ്ങനെ വേറെ? ഞാൻ ആദ്യം മുതൽ ഒന്നാമത്തെ ചോദ്യം മുതൽ ഞാൻ പറയുന്നു, നിങ്ങൾ ഇവിടെ ഞാൻ ചോദ്യത്തിന് മറുപടി പറയുമ്പോ നിങ്ങൾ അവിടെ നിന്ന് കണ്ട വഴി പായരുത്, അവിടെ നിൽക്കൂ. മറുപടി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കും. ഇത് കാണുന്നവർക്ക് മനസ്സിലാവും. നിങ്ങൾ ഇതിന്റെ കമന്റ് വരുമ്പോ കണ്ടോ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ തന്നെ ഇതിന്റെ അകത്ത് ഞാൻ ഇന്ന് വരെ ഒരു അപരമത വിദ്വേഷം പ്രചരിപ്പിക്കാഞ്ഞിട്ട് പോലും എന്റെ ഇതിന്റെ താഴെ വരുന്നത് മദ്രസ പൊട്ടൻ, PFI തീവ്രവാദി, എന്റെ ഇസ്ലാമിക നാമകരണവും എന്റെ സ്ഥലവും വെച്ചുകൊണ്ട് മാത്രം അങ്ങനെ പറയുന്നത്. ഞാൻ അതിന് ഇതിലെ കൂടെ കളയുന്നു. നമ്മൾ ഇന്ന് വരെ ഒരു അപരമത വിദ്വേഷവും ഇന്ന് വരെ പ്രചരിപ്പിച്ചിട്ടില്ല. അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന PFI ആണെങ്കിലും RSS ആണെങ്കിലും കാസ ആണെങ്കിലും ഇവന്മാര് ഈ നാടിന് ആപത്താണെന്ന് 1000 തവണ പറയും, ഇനി 5000 തവണ പറയും, ഇനി അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത്രേ ഉള്ളൂ പറയുന്നുള്ളൂ. പറയും. അത് നിങ്ങൾ എന്ത് വേണം ചെയ്യാം, അതൊന്നും എന്റെ വിഷയമല്ല. ഞാൻ പറയുന്നത് താങ്കൾ പറയാത്തതുകൊണ്ടാണ് താങ്കളോട് എനിക്ക് അമർഷമുള്ളൂ. അതിനകത്ത് താങ്കളെ വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തി നിങ്ങൾ അടികിട്ടുന്ന വിഷയത്തിൽ തീവ്രവാദത്തെ അല്ലെങ്കിൽ വർഗീയവാദത്തെ വർഗീയവാദം പറയൂ. നിങ്ങൾ അടികിട്ടുന്ന വിഷയത്തിൽ നിങ്ങൾ അവിടെ നിന്ന് ഓടുകയാണ്. നിങ്ങൾ കണ്ടം വഴി പായുകയാണ്. നിങ്ങൾ സംസാരിക്കുകയാണ്. ഷാഹുൽ മിണ്ടാതിരിക്കൂ 2 മിനിറ്റ്. ഷാഹുൽ മിണ്ടാതിരിക്കൂ. ഞാൻ ഈ പ്രേക്ഷകർ ഇത് കാണുന്നവരൊന്ന് കമന്റ് ചെയ്യട്ടെ. ഞാൻ എത്ര തവണ നിങ്ങളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു? ഇതെന്താ ഇത്? നിങ്ങൾ ജനാധിപത്യപരമായിട്ടുള്ള ഒരു കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങളുടെ അജണ്ട എന്റെ പുറത്ത് അടിച്ചേപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല സുഹൃത്തെ. അങ്ങനെ നിങ്ങൾക്ക് എന്റെ പുറത്ത് ഷൗട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പോയിന്റ് ഒന്നും പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അത് കൂടുതൽ ജനാധിപത്യം എന്റെ കേൾക്കാനാണ് നിങ്ങൾ ഈ ചർച്ച വിളിച്ചത്. ഞാനാണ് സംസാരിക്കേണ്ടത്.